തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ. UDF പിന്തുണ നൽകിയാൽ സ്വീകരിക്കും, BJP പിന്തുണ സ്വീകരിക്കില്ല. MV ഗോവിന്ദൻ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയ രീതിയോടാണ് എതിർപ്പെന്ന് TK ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ തീരുമാനം മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പം നമ്മൾ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ മുന്നിൽ ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു, ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കും. ഞാൻ ഇതിന് എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇത്രയും ഫൈറ്റ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു മാഷ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, മാഷെ നിങ്ങളുടെ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഈ ക്ലാസ് ജനങ്ങളോട് എടുത്തത്, നിങ്ങളത് ക്ലാസ് പാർട്ടിയിലെടുത്തോ. ജനങ്ങളുടെ പ്രസംഗത്തിന് എന്തുകൊണ്ട് ആളുകൾ നിങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളുണ്ട്, ജനങ്ങൾ കൺഫ്യൂഷനാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾക്കുള്ള കൺഫ്യൂഷൻ തീർക്കലാണ് നമ്മളെ പ്രസംഗം. ഇഷ്ടപ്പെട്ട കാര്യം പറയുന്നത് നമുക്കെല്ലാം വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് സാജൻ. ആരെങ്കിലും സാധനങ്ങൾ ബന്ധപ്പെടുന്നവരല്ല, നല്ല വ്യക്തിബന്ധം ഒക്കെ പറ്റുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് സാജൻ. അപ്പോൾ ആ സാജൻ്റെ മരണം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു നിമിത്തമായി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റി നമ്പർ കൊടുക്കാത്തതാണ്. നമ്പർ കൊടുക്കാത്തതിനെ കുറിച്ച് തന്നെ നമ്പർ കൊടുക്കാതിനായാലും നമ്പർ കൊടുക്കാതെ പ്രശ്നം ഉണ്ടാവും. ഇല്ല, നമ്പർ കൊടുക്കാൻ പറ്റില്ല. മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചാൽ നമ്പർ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ കാര്യം ചെയ്യണം, എന്താണ് ആ നമ്പർ കൊടുക്കാതിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്, എന്താണ്, എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുക എന്ന് ഈ സാധനം വിളിച്ച് പറയണം. സാജ ഇന്ന് ഒരായ്മ ഇതിനുണ്ട്, അത് റെക്ടിഫൈ എങ്ങനെ ഇന്നതൊക്കെ ചെയ്യാം. അവരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയണം, ഇത് റെക്ടിഫൈ ചെയ്യണം. നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടല്ലോ പല കെട്ടിടങ്ങളും, അങ്ങനെ റെക്ടിഫൈ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുന്ന സാധനം കൊണ്ട് ചെയ്യിക്കല്ലേ വേണ്ടത്. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കയറില്ല എന്നുള്ള ധിക്കാരം പറയില്ല. അതിനല്ലേ സാധനം ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, തളിപ്പറമ്പിലെ മുതിർന്ന CPM നേതാവാണ് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല UDFന്റെ പിന്തുണ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ CPMന് തളിപ്പറമ്പിൽ തിരിച്ചടിയാകുമോ? വിഷയത്തിൽ CPM നേതൃത്വത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അർജുൻ, CPM നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, രണ്ടുപേരും TK ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പ്രതികരണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. ഒരു തരത്തിലും CPMനെ ബാധിക്കുന്ന ഒരു വിഷയമേ ആകില്ല ഇത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രണ്ട് നേതാക്കളും. വർഗ വഞ്ചകരെ ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കില്ല. ആ രീതിയിൽ തന്നെ ഒരു വർഗ വഞ്ചകൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു TK ഗോവിന്ദൻ എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മൾ TK ഗോവിന്ദൻ മാസ്റ്ററുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയത്. വളരെ വൈകാരികമായ ഒരു വാർത്താ സമ്മേളനം എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കഴിഞ്ഞ 60 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. 25 വർഷം ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതായത് ഈ 60 വർഷത്തിനിടയിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏതാണ്ട് ഒരു കാൽഭാഗത്തിലധികം നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ചു. CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അതിനുശേഷം ജില്ലാ കമ്മിറ്റി അംഗമായി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി, ഈ രീതിയിലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുമായുള്ള തന്റെ ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വാർത്താ സമ്മേളനം നടത്തിയത്. സംഘടനാ രീതിക്കും ധാർമ്മികതയ്ക്കും ചേരാത്ത രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർണയിച്ചു എന്നുള്ളതാണ് TK ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ആ രീതി അത് ശരിയായില്ല, സംഘടന CPMന്റെ രീതി അനുസരിച്ച് അത് ശരിയായില്ല എന്നാണ് TK ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. അതായത് താൻ മത്സരിച്ച് അതിനുശേഷം തന്റെ ഭാര്യയെ ആ സീറ്റിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ള ഒരു രീതിയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിർവഹിച്ചത്. അങ്ങനെ തന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്ന ഒരു നിലപാട് MV ഗോവിന്ദൻ മാസ്റ്റർ എടുത്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശം എത്രമാത്രം ഉയരുമായിരുന്നു എന്നാണ് TK ഗോവിന്ദൻ ചോദിച്ചത്. എന്തായാലും ആ രീതിയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, അതായത് PK ശ്യാമള ഈ
സാജൻ കേസുമായി ബന്ധപ്പെടുത്തിയും ടി കെ ഗോവിന്ദൻ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് ആ വിഷയം, ഈ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം, അത് വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വീണ്ടും വരാൻ ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. പി കെ ശ്യാമളിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് ടി കെ ഗോവിന്ദൻ പറയുന്നു. ആ കാര്യത്തിൽ അന്ന് പാർട്ടി ബഹുജനങ്ങളുടെ രോഷത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നടപടിയെടുക്കുമെന്ന് പി ജയരാജനും എം വി ജയരാജനും ഒക്കെ ഈ തളിപ്പറമ്പിൽ നടന്ന, ആന്തൂരിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞതോടെയാണ് അതിനുശേഷം പി ജയരാജനും എം വി ഗോവിന്ദന്റെ നോട്ടപ്പുള്ളിയായി അതിനുശേഷം അദ്ദേഹത്തെ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള രീതിയിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുകയാണ് ടി കെ ഗോവിന്ദൻ ചെയ്തത്. പാർട്ടിക്കെതിരെ താൻ ഒന്നും പറയില്ല, പാർട്ടിക്കെതിരെ ഏതെങ്കിലും പറയേണ്ട ഒരു സാഹചര്യവുമില്ല. തന്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിയെ നിർണയിച്ച രീതിയാണ്. ആ രീതിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടിയിൽ നിന്നും ഉണ്ടായി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി, പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. മണ്ഡലം കമ്മിറ്റി ചേർന്നപ്പോൾ 3 പേർ ഒഴികെ ബാക്കി എല്ലാവരും ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ പൂർണ്ണമായും തള്ളിയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക CPM-ന്റെ പതിവല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഒരു സംഘടനാ രീതിയുമല്ല. അങ്ങനെ എതിർപ്പുണ്ടായാൽ അത്തരത്തിലുള്ള ആളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നതാണ് CPM-ന്റെ സംഘടനാ രീതി. അത് എം വി ഗോവിന്ദന്റെ ഭാര്യയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു ശേഷം മണ്ഡലം കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു പതിവില്ല. അതായത് സെക്രട്ടറി ആയതിനു ശേഷമല്ല, MLA ആയതിനു ശേഷം, തളിപ്പറമ്പിൽ MLA ആയതിനു ശേഷം മണ്ഡലം കമ്മിറ്റിയിൽ MLA-യുടെ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും അവതരിപ്പിക്കുന്ന ഒരു പതിവ് മണ്ഡലം കമ്മിറ്റിയിൽ ഇല്ല. അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് അവിടെ നടത്തുന്നത്, ആന്തൂരിൽ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കണക്കും കൃത്യമായി അവതരിപ്പിക്കുന്നില്ല. പക്ഷെ അതൊരു അഴിമതി ആരോപണമായി ഉന്നയിക്കാൻ താൻ തയ്യാറല്ല, അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും ടി കെ ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്ക്. അതായത് തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ച് താൻ ആലോചിക്കും, UDF പിന്തുണ നൽകിയാൽ സ്വീകരിക്കും, BJP-യുടെ പിന്തുണ സ്വീകരിക്കില്ല, വർഗീയ കക്ഷികളുടെ ഒരു പിന്തുണയും താൻ സ്വീകരിക്കില്ല, BJP-യുടെ പിന്തുണ സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. UDF പിന്തുണ നൽകിയാൽ അത് സ്വീകരിക്കും എന്നും അദ്ദേഹം പറയുന്നു. UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായി അല്ല താൻ മത്സരിക്കുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ UDF പ്രവർത്തകരും തന്റെ ഒപ്പം വന്നാൽ അത് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അങ്ങനെ താൻ UDF-ന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന സൂചന തന്നെയാണ് ടി കെ ഗോവിന്ദൻ നൽകിയിട്ടുള്ളത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശയക്കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും രൂപപ്പെട്ടു വരുന്നത്. നമുക്കറിയാം, പയ്യന്നൂരിൽ PV കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. തൊട്ട് അടുത്ത മണ്ഡലമായ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, അദ്ദേഹവും മത്സരിക്കുന്നു. ഇത് വലിയ ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ സംഘടനയുടെ കരുത്ത് വെച്ച് ഇതൊക്കെ തന്നെ മറികടക്കാനുള്ള സംഘടനാ ശേഷി ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ് MV ഗോവിന്ദൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ പി കെ ശ്യാമളിയുടെ സ്ഥാനാർത്ഥിത്വം. വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് പോവുകയാണ് PV കുഞ്ഞികൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ആക്രമണങ്ങളെ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചെറുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി മാറാൻ പോകുന്നത്. അർജുൻ, മനോജ്, ഈ ടി കെ ഗോവിന്ദൻ പാർട്ടി വിടുന്നതും അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നതും തിരിച്ചടി ആവില്ലെന്ന് CPM നേതൃത്വം പറയുമ്പോഴും അത് പൂർണ്ണമായും ശരിവെക്കാൻ സാധിക്കുമോ? കാരണം ഈ ടി കെ ഗോവിന്ദൻ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുകയും UDF പിന്തുണ നൽകുകയും ചെയ്താൽ അത് വലിയ തിരിച്ചടിയാവില്ലേ CPM-ന്? 2016-നെ അപേക്ഷിച്ച് 2021-ൽ തളിപ്പറമ്പിൽ ഭൂരിപക്ഷം കുറവായിരുന്നു LDF-ന്. അവിടെ ശക്തമായ പോരാട്ടം കഴിഞ്ഞ തവണ കാഴ്ചവെക്കാൻ UDF-നെ സാധിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ ടി കെ ഗോവിന്ദൻ മത്സരിക്കുകയും UDF അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്താൽ വലിയ തിരിച്ചടിയാവില്ലേ CPM-ന്? അത് തന്നെയാണ് UDF ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം തളിപ്പറമ്പ് മണ്ഡലത്തിൽ UDF-ന് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും LDF-ന് ഏതാണ്ട് 15,000-ഓളം വോട്ടിന്റെ ലീഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ടി കെ ഗോവിന്ദൻ തന്നെ പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തളിപ്പറമ്പ് ഏരിയയിൽ CPM-ന് വലിയ
മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് ടി.കെ. ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും CPM-ന്റെ സംഘടനാ ശേഷി അനുസരിച്ച് തളിപ്പറമ്പ് പോലുള്ള ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അട്ടിമറി ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ വലിയ രീതിയിൽ കാണുന്നില്ല. പക്ഷേ ടി.കെ. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ഈ കാര്യങ്ങൾ, അതായത് ടി.കെ. ഗോവിന്ദൻ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണ് ബാധിക്കുക എന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ച CPM-ൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF-ഉം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുകയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ടി.കെ. ഗോവിന്ദനുമായി രമേശ് ചെന്നിത്തല ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ചർച്ച കോൺഗ്രസ് നേതൃത്വവുമായി ടി.കെ. ഗോവിന്ദൻ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഉച്ചക്ക് വരെ, അല്പം മുമ്പ് വരെ, ഈ വാർത്താ സമ്മേളനം നടത്തുന്നതുവരെ ടി.കെ. ഗോവിന്ദനുമായി CPM-ന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ബന്ധപ്പെട്ടിരുന്നു. E.P. ജയരാജൻ അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എം.വി. ജയരാജൻ അദ്ദേഹത്തെ വിളിച്ചു. കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും ടി.കെ. ഗോവിന്ദൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം, ഈ തളിപ്പറമ്പ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് അത് ഏത് രീതിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കൈപ്പത്തി ചിഹ്നത്തിന് പോലും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് തളിപ്പറമ്പിലെ വോട്ടർമാർ എത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പക്ഷേ അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് BJP-ക്കെതിരായ ഒരു മുന്നേറ്റത്തിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം UDF-ന് അനുകൂലമായി സംസ്ഥാനത്തുടനീളം എടുത്ത ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാകാം തളിപ്പറമ്പിലും അത്തരത്തിലുള്ളൊരു വിധി ഉണ്ടായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സ്വാഭാവികമായും ടി.കെ. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏത് രീതിയിലുള്ള മാറ്റമാണ് തളിപ്പറമ്പിൽ ഉണ്ടാക്കുക? ഇത് രാഷ്ട്രീയ വൃത്തങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷേ CPM-ന്റെ സംഘടന ശേഷി അനുസരിച്ച് ഏതെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ ആ മണ്ഡലത്തിൽ കഴിയും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ടി.കെ. ഗോവിന്ദൻ വരുന്നത് മലപ്പട്ടം എന്ന് പറയുന്ന പാർട്ടി ഗ്രാമം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് മലപ്പട്ടം. അവിടെ നിന്നാണ് ടി.കെ. ഗോവിന്ദൻ CPM-ന്റെ സമുന്നതനായ നേതാവായി മാറിയത്. എന്തായാലും ആ സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം, ഈ CPM-ന്റെ ഒരു അടിയൊഴുക്ക് അവിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയില്ല. പക്ഷേ ടി.കെ. ഗോവിന്ദന് ആ ഭാഗങ്ങളിലെ പാർട്ടി പ്രവർത്തകരുമായി ഉള്ള ബന്ധം നമുക്കറിയാം. കാരണം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ഒരു CPM-ന്റെ ഏറ്റവും അവസാന വാക്ക് എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ടി.കെ. ഗോവിന്ദൻ. അങ്ങനെയുള്ള ഒരാൾ പാർട്ടി വിടുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അതിന്റെ അടിയൊഴുക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ CPM-ന്റെ സംഘടനാ ശേഷി അനുസരിച്ച് ഇതൊക്കെ നേരിടാൻ കഴിയും എന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മയ്യിൽ ഭാഗത്തെ പല CPM-ന്റെ നേതാക്കളുമായും നമ്മൾ ബന്ധപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ അതൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്ന കാര്യമേ അല്ല എന്ന് അവർ പറയുന്നു. നേരത്തെ അവരിൽ പലർക്കും P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ തോതിലുള്ള എതിർപ്പുകളൊക്കെ നേരത്തെ തന്നെ മണ്ഡലം കമ്മിറ്റിയിലൊക്കെ തന്നെ ഉയർത്തിയതാണ്. പക്ഷേ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെതിരെ നിൽക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, അത് അംഗീകരിക്കുക എന്നത് പാർട്ടിയുടെ തത്വമാണ്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഇനി ആ കാര്യത്തിൽ ഒരു ചർച്ചയില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ പാർട്ടി നേതാക്കളൊക്കെ പറയുന്നത്. സ്വാഭാവികമായും ഇന്ന് ടി.കെ. ഗോവിന്ദനോട് തന്നെ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ആ ഏരിയ കമ്മിറ്റി അംഗമായ ഭാര്യ ഇന്ന് നടന്ന CPM-ന്റെ ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിലടക്കം പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാര്യ പോലും തങ്ങൾക്കൊപ്പം ഇല്ലേ എന്ന ചോദ്യത്തിന് ആർക്കും വരാം, ആർക്കും വരാതിരിക്കാം എന്ന് മാത്രമാണ് ടി.കെ. ഗോവിന്ദൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വലിയ മുന്നേറ്റമായി, ഒരു വലിയ നീക്കമായി ടി.കെ. ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇതുണ്ടാകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യമാണ്, എങ്ങനെയാണ് അതൊക്കെ ഇനി ഉരുത്തിരിഞ്ഞു വരിക എന്നത് ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുക മാത്രമേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. അർജുൻ.